ഉപരാഷ്ട്രപതി കൊലക്കേസ് പ്രതിയുടെ കൂടെ വേദി പങ്കിടുമോ? മലങ്കരയിലെ സുറിയാനി സഭകളുടെ പരമാധ്യക്ഷൻ അന്ത്യോക്യ പാത്രിയാർക്കീസ് കേരളത്തിൽ കഴിഞ്ഞയാഴ്ച നടത്തിയ സൗഹൃദ സന്ദർശനത്തിന്റെ ഇമ്പാക്ട് കണ്ട് വിരളി പിടിച്ച് നോമ്പുകാലത്ത് തിടുക്കപ്പെട്ട് മാർത്തോമ്മൻ പൈതൃക സംഗമം നടത്തുവാൻ ഒരുങ്ങുകയാണ് കോട്ടയം കഞ്ഞിക്കുഴി ആസ്ഥാനമാക്കിയുള്ള ഓർത്തഡോക്സ് സഭ. കഞ്ഞിക്കുഴി ആസ്ഥാനമാക്കിയവർക്ക് സുറിയാനി സഭകളുമായി എന്താണ് ബന്ധം എന്ന് ചോദിക്കരുത്, ഉത്തരം മുട്ടിപ്പോകും. ഈ സുറിയാനി എവിടുന്ന് കിട്ടി? പ്രാർത്ഥനാക്രമങ്ങളും തക്സയും ധൂപക്കുറ്റിയും മറുവാസയും വേഷവിധാനങ്ങളും എന്തിന്, പേരുകൾ പോലും എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അതെല്ലാം അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ നിന്ന് അടിച്ചുമാറ്റി അപ്പനെ തള്ളിപ്പറഞ്ഞവരാണ് ഞങ്ങൾ എന്നതായിരിക്കും ഉത്തരം. ഇന്ത്യൻ പൈതൃകമായിരുന്നെങ്കിൽ കാതോലിക്കായി ഇന്ന് കോണകം പോലെയുള്ള തദ്ദേശീയ വസ്ത്രങ്ങളും കെട്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഉള്ളത് അന്ത്യോക്യൻ പിതാക്കന്മാരുടെ അടിച്ചുമാറ്റിയ പൈതൃകം മാത്രമാണ് ആകെയുള്ളത്. പക്ഷേ ഇതാരോടും തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാർത്തോമ്മൻ പൈതൃകം അവകാശപ്പെടുന്നവർ മാർത്തോമാ ശ്ലീഹായുടെ എന്ത് പൈതൃകമാണ് പിന്തുടരുന്നത് എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. പ്രാർത്ഥനകളിൽ, ആരാധനകളിൽ, വേഷവിധാനത്തിൽ എന്ത് മാർത്തോമ്മൻ പൈതൃകമാണ് ഇവർക്കുള്ളത്? പിന്നെ എന്താണ് പോംവഴി? പുതിയൊരു പൈതൃകം പ്ലാന്റ് ചെയ്യണം. അങ്ങനെ മാർത്തോമ്മൻ പൈതൃകം എന്നൊരു കഥ തന്നെ മെനയാം എന്ന് കരുതി ഈ മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമികളെന്ന് അവകാശപ്പെടുവാൻ ഈ ഓർത്തഡോക്സുകാർക്ക് മാത്രമേ അവകാശമുള്ളൂ. അല്ല, മാർത്തോമക്കാർക്കും CSAക്കാർക്കും, എന്തിന് ഇന്നലെ മുളച്ച താറാവ് യോഹന്നാൻ വരെ അവകാശപ്പെടാം. കൂടാതെ നാളെ ഒരു പുതിയ തീവെട്ടി ഒരു സഭയുണ്ടാക്കി നൈറ്റിയിട്ട് വന്നാൽ അയാൾക്കും ഈ പൈതൃകം അവകാശപ്പെടാം. മാർത്തോമ്മൻ പൈതൃകം നാക്കുകൊണ്ട് പറയുന്നതല്ലാതെ ഇതിന് ചരിത്രപരമായ യാതൊരു അടിസ്ഥാനവുമില്ല, തെളിവുകളുമില്ല. മാർത്തോമാ പൈതൃകം പറയുന്ന ഇവർക്ക് മാർത്തോമാ ശ്ലീഹ ഉണ്ടാക്കിയ ഒരു പ്രാർത്ഥനയില്ല, പ്രാർത്ഥനാക്രമമില്ല, ഒരു വേഷവിധാനമില്ല, പിന്നെ എന്നാ പുട്ടാണ് ഉള്ളതെന്ന് പറയാനും അറിയില്ല. കള്ളക്കഥകളുമായി വിശ്വാസികളെ പറ്റിക്കുവാൻ ഇറങ്ങുന്ന ഈ പൂച്ചാണ്ടി വേഷക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയല്ലേ വേണ്ടത്? തമാശ അതല്ല. ഈ കോട്ടയത്തിരിക്കുന്ന വാഴൂർ മത്തായി പറയുന്നത് അദ്ദേഹം ആരൂഢനായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചന്തി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആണെന്നാണ്. അങ്ങനെ പാട്ടൊക്കെ ഉണ്ടാക്കി അത് പാടിച്ചു കേട്ട് സുഖിച്ചിരിക്കുകയാണ് കാലാകാലങ്ങളായി കാതോലിക്ക പദവിയിൽ ഇരിക്കുന്നവർ. മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ. ആഹാഹാ, എന്തൊരു രസം കേൾക്കാൻ. കർത്താവിനെ മൊത്തത്തിൽ കച്ചവടമടിച്ചതുപോലെ മാർത്തോമാ ശ്ലീഹായുടെ തിരിശേഷിപ്പ് എന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാം കുറെ കച്ചവടം നടത്തി. മാർത്തോമാ ശ്ലീഹായുടെ കുന്തമാണ്, വടിയാണ്, മുടിയാണ്, ചെരുപ്പാണ് എന്ന് പറഞ്ഞ് മാത്രമല്ല, ചവിട്ടിയ മണ്ണാണെന്നും പറഞ്ഞ് 1000 ടൺ മണ്ണെങ്കിലും പാക്ക് ചെയ്ത് ഇതിനോടകം വിറ്റ് കഴിഞ്ഞു. മുണ്ണക്കുഞ്ഞുങ്ങൾക്ക് കേൾക്കുവാൻ ഒരു കഥ മതി. പിന്നെ തലയിൽ തുണിയുമിട്ട് വെയിലത്ത് ഉറക്കെ ഇതും പറഞ്ഞ് പാടി നടക്കും. ശരിക്കും നടക്കുവാൻ പോകുന്നത് പൈതൃകം നഷ്ടപ്പെടുത്തിയവരുടെ സംഗമമാണ്. അപ്പനെ തൊഴിച്ച് പുറത്തു കളഞ്ഞ, അങ്ങനെ വീടിൻ്റെ നാഥനായ ഒരു പിടിച്ചുപറിക്കാരൻ്റെ പൈതൃകത്തിൻ്റെ ആഘോഷമാണിത്. സഹോദരൻ്റെ പള്ളി പോലും പിടിച്ചു പറിക്കുന്ന, തെരുവിൽ ശവം പോലും വെച്ച് വില പറയുന്ന, കസേരയ്ക്കായി സഹോദരനെ കൊന്ന് റെയിൽപാളത്തിലിടുന്ന പൈതൃകമുള്ളവൻ്റെ ആഘോഷമാണ് നടക്കുവാൻ പോകുന്നത്. വ്യഭിചാരികളും കാമവെറിയന്മാരും കുടുംബം കലക്കുകളുമായുള്ള ഒരു കൂട്ടം കൂതാശ കുപ്പായ തൊഴിലാളികളുടെ ആഘോഷമാണ് നടക്കാൻ പോകുന്നത്. ഇതിന് ഓർത്തഡോക്സ് സഭയുമായോ ക്രൈസ്തവ സഭകളുമായോ ഇതിന് യാതൊരു ബന്ധവുമില്ല, കർത്താവുമായും യാതൊരു ബന്ധവുമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ നോമ്പുകാലത്ത് ഇതുപോലെ കാല് വിളിച്ച് തെരുവിൽ കൂടെ നടക്കുമായിരുന്നോ ഇവന്മാർ? ഒരിക്കലുമില്ല. ഇത് കതോലിക്ക കസേര, പെണ്ണുപിടിയന്മാരായ ഒരു മറ്റം മെത്രാന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അധികാരത്തിൽ കയറിയ ഒരു പേ പിടിച്ച പൂച്ചാണ്ടി വേഷക്കാരൻ്റെ വികലമായ മനസ്സിൻ്റെ ഒരു അത്യാഗ്രഹം മാത്രം. അന്ന് കുടുംബത്തിൽ പിറന്ന മനുഷ്യർ ഈ വെയിലത്തിറങ്ങി ജയ് ജയ് കാതോലിക്കോസ് വിളിക്കും. മാർത്തോമാ സിംഹാസനത്തിൽ ആരുടനായിരിക്കുന്ന പിതാവ് നീണാൾ വാഴട്ടെ എന്ന് ഉറക്ക വിളിക്കും. ഇതൊക്കെ കേട്ട് ഒരു പരമപൂച്ചാണ്ടി ഹമ്പടഞ്ഞാനേ എന്ന് പറഞ്ഞ് ഉള്ളിൽ ചിരിക്കും. അല്ലാതെ എന്താണ് നടക്കാൻ പോകുന്നത്? അല്ലാതെ ഈ ആഘോഷത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? നിങ്ങൾ പറ. ഈ നോമ്പുകാലത്ത് ഈ വെയിലത്ത് സ്വയം അപഹാസ്യരാകുകയല്ലേ രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ റോഡിലൂടെ പ്രകടനവുമായി നടന്നു പോകുന്നത്? ഇതിലൂടെ എന്ത് സന്ദേശമാണ് ഇവർ ലോകത്തിന് നൽകുന്നത്? അന്ന് കോട്ടയത്തെ ജനങ്ങൾ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് അവിടെ സ്മരണയിൽ ഇവിടെ വീട്ടിലിരിക്കുന്നവർ മാത്രമല്ല, കുഴിയിൽ കിടക്കുന്നവർ വരെ നിർത്താതെ തുമ്മും. കാതോലിക്ക എന്ന പദവി മലങ്കര കത്തോലിക്ക സഭയുടെ ക്ലീമീസ് ബാവ കൊണ്ടുപോയി. മലങ്കര മെത്രാപ്പോലീത്ത എന്ന പദവി
യാക്കോബായ സുറിയാനി സഭയുടെ അധ്യക്ഷൻ ജോസഫ് മാർ ഗ്രിഗോറിയോസ് കൊണ്ടുപോയി. പിന്നെ അവശേഷിച്ച പദവി കഞ്ഞിക്കുഴി മൂപ്പൻ എന്ന പദവി മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ കഞ്ഞിക്കുഴി മൂപ്പനെ കുറിച്ചുള്ള വിശ്വാസികളുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ ഒന്ന് കേട്ടാലും. ചവിട്ടു നാടകത്തിലെ വേഷം പോലെ ഒരു കുട്ടിക്കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ ഇതാണ് മലങ്കര മെത്രാപ്പോലിത്ത, ഒരു വിചിത്ര ജീവി ഇരിക്കുന്ന എന്ത് സാധനമാണ്, അത് എവിടെ നിന്ന് വന്ന്, എന്ത് മലങ്കര മെത്രാപ്പോലിത്ത, അങ്ങനെ ഒരു സാധനമില്ല. ഇതുണ്ടോ, ഇതാണ് മലങ്കര മെത്രാപ്പോലിത്ത എന്ന് പറഞ്ഞ് ഒരു പാമ്പും പടം പോലെ ഒരു കുട്ടിക്കുപ്പായിട്ട് വെച്ച് ഇങ്ങനെ ഇരിക്കുക, ഒരു മുതലവായും തൊപ്പിയും വെച്ച്. വരുന്ന ഫെബ്രുവരി 25-ാം തീയതി കോട്ടയത്ത് വെച്ച് നടക്കുന്ന പരിപാടിക്ക് മുഖ്യാതിഥിയായി വിളിച്ചിരിക്കുന്നത് ഉപരാഷ്ട്രപതി ജയ്ദീപ് ധൻഖറിനെയാണ്. അത്താനേസോസ് മെത്രാപ്പോലിത്തയെ കൊന്ന് പുല്ലപ്പടി റെയിൽവേ പാളത്തിലിട്ടു എന്ന കേസിൽ FIR-ൽ 1-ാം പ്രതി സ്ഥാനത്തുള്ള ആളുമായി ഉപരാഷ്ട്രപതി വേദി പങ്കിടുമ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ ഇതൊന്നും അന്വേഷിക്കില്ലേ? പരിപാടിക്ക് പിണറായിയെ വിളിക്കേണ്ട എന്നതായിരുന്നു മുൻധാരണ. ഇനി ഉപരാഷ്ട്രപതി വന്നില്ലെങ്കിൽ സ്ഥിരം കുറ്റി പിള്ളേച്ചനെ വിളിച്ചിരുത്താനാണ് പദ്ധതി. ആളിറങ്ങിയില്ലെങ്കിൽ ഹണിറോസിനെ വിളിക്കാനും പദ്ധതിയുണ്ട്. അല്പം വർക്കത്തുള്ളവരെ കൂടെ നിർത്തുവാൻ അർമേനിയയിൽ നിന്നും റഷ്യയിൽ നിന്നും കുറേ ബിഷപ്പുമാരെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. റഷ്യൻ ഓർത്തഡോക്സ് സഭ ഇവരെ ക്രിസ്ത്യാനികളായിട്ട് പോലും കണക്ക് കൂട്ടുന്നില്ല. മലങ്കര സഭ എന്നേ അവർ പറയൂ. ഓർത്തഡോക്സ് എന്ന പദം പോലും അവർ ഉപയോഗിക്കില്ല. അവരുടെ മദ്ബഹകളിൽ ഇവരുടെ വൈദികരെ കയറ്റുക കൂടിയില്ല. സുറിയാനി സഭയുടെ പൈതൃകം നഷ്ടപ്പെടുത്തിയ ഈ പൂച്ചാണ്ടികൾ ഏച്ചുവെച്ച് കെട്ടി പൈതൃകം ഉണ്ടാക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഈ പൊള്ളുന്ന വെയിലത്ത് ഇതിന് താളം തുള്ളാൻ പോകണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. പൊള്ളുന്ന വെയിലത്ത് നിങ്ങളുടെ കാശ് മുടക്കി ഈ അലവലാദികൾക്ക് ജയ് വിളിക്കുവാൻ പോകുന്നവരെ നാം എന്താണ് വിളിക്കേണ്ടത്? നിങ്ങൾ പറ. ഈ പൂച്ചാണ്ടുകളുടെ യഥാർത്ഥ പൈതൃകം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നാളെ ആവട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.